പക്ഷെ ഇപ്പൊ വീട്ടിൽ വന്നപ്പോ ഒരു 8ന്റെ പണി കിട്ടി ഗൈസ്. ഞാൻ പറയാൻ വന്ന സങ്കടമായ കാര്യം വേറൊന്നുമല്ല, ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഗൈസ്. പൊള്ളിപ്പോ ഇത് നോക്കിക്ക്. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യം പറയാനാണ് കേട്ടോ വന്നത്. പിന്നെ ഇന്നൊരു അടിപൊളി വ്ളോഗും കൂടി ഉണ്ടായിരിക്കും. കാരണം ഒരു സർപ്രൈസ് നമ്മള് ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. അങ്ങനത്തെ ഒരു കാര്യം സംഭവിക്കാൻ പോവാണ്. വേണ്ട സർപ്രൈസാ, അത് പറയണ്ട. അതിന്റെ വ്ളോഗ് നമുക്ക് പിന്നെ നോടാ പ്ലീസ് ഇപ്പൊ പറയല്ലേ ഗൈസ്. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ വേണ്ടി കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. ഞാൻ പറയാൻ വന്ന സങ്കടമായ കാര്യം വേറൊന്നുമല്ല, നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് പോയത് എവിടെയായിരുന്നു? അതിരപ്പള്ളി വാട്ടർഫാൾസിലാണ് നമ്മൾ പോയത്. നമ്മൾ മൂന്നും കൂടി ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ട്രിപ്പ് പോയത്. ഇനി മൂന്നാറിൽ പോകുന്നു. മൂന്നാറിലേക്ക് ഞങ്ങൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, പക്ഷെ അത് എല്ലാവരും കൂടി ട്രാവലറൊക്കെ വിളിച്ച് അങ്ങനെ പോയേക്കണത്. ഞങ്ങൾ എന്താ പറയാ, ഒരു ഹണിമൂൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതുവരെ ഇത്രയും ദൂരം എവിടെയും പോയിട്ടില്ല. അപ്പൊ അങ്ങനെ പോയതാണ് നമ്മൾ അതിരപ്പള്ളിയിൽ. അടിപൊളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വ്ളോഗ് കാണാത്തവർ കണ്ടു നോക്കുക. നല്ല എൻജോയ്, നല്ല വൈബായിരുന്നു. ഫുൾ എൻജോയ് ചെയ്തു, എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഇപ്പൊ വീട്ടിൽ വന്നപ്പോ ഒരു 8ന്റെ പണി കിട്ടി ഗൈസ്. നമ്മൾ ആദിപ്പള്ളി വാട്ടർഫാൾസിൽ പോയി നമ്മൾ അവിടെ കുളിക്കാനൊക്കെ ഇറങ്ങി. അപ്പൊ ഞാനിങ്ങനെ ഹാഫ് കൈയുള്ള ഒരു ടീഷർട്ട് ആയിട്ടിരുന്നത്. അപ്പൊ അത് കാരണം ഇവിടെ കുഴപ്പമില്ല, ആ കൈയില്ലാത്ത ഭാഗത്ത് ആഘാതമായിട്ട് ഗൈസ്. അതായത് നല്ല പോലെ ചൂട് കൊണ്ടിട്ട് തൊലി ഇപ്പൊ ചുളിഞ്ഞിട്ട് പൊളിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ടാൻ അടിക്കൂലേ, സൂര്യന്റെ വെയില് കൂടുമ്പോ ടാൻ. ഇത് ടാൻ അല്ല, ശരിക്കും ഞങ്ങൾ അവിടെ വെച്ച് കണ്ടപ്പോ ഇത് ടാൻ ആണെന്നാ വിചാരിച്ചത്. അപ്പൊ കുഞ്ഞപ്പനും ഒക്കെ അതെ, കുഞ്ഞപ്പന്റെ ഒക്കെ കോലം നോക്കിക്കേ, മൊത്തം കളറൊക്കെ പോയി, കരിവാളിച്ചു പോയി. വീട്ടിൽ വന്ന് ഈ ഉടുപ്പ് മാറ്റി ഇവിടെ നോക്കിയപ്പോഴാണ് ചേട്ടന് മനസ്സിലായത് പൊളിഞ്ഞ് അങ്ങനത്തെ അവസ്ഥ. രണ്ട് സൈഡിലും ഞാൻ ഇവിടുത്തെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇവിടെ കാണിക്കാം സ്ക്രീനിൽ. അതേല ഇപ്പൊ വീഡിയോ ഉടുപ്പ് മാറ്റി കാണിക്കാൻ പറ്റത്തില്ലേ? അല്ല, ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ? ചേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഗൈസ്. നോക്കിക്ക്, മൊത്തം പൊളിഞ്ഞു പോയി. ഈ ഏരിയ മുഴുവനും അത് കണ്ടില്ലേ? ആ ഒരു കളറിന്റെ വ്യത്യാസം നോക്കിക്കേ. ഇവിടുത്തെ കളറും വ്യത്യാസം നോക്കിക്കേ. കളറിന്റെ വ്യത്യാസം നമുക്ക് കുഴപ്പമൊന്നുമില്ല, ടാൻ അടിച്ചാൽ കുറച്ച് ദിവസം വീട്ടിലിരിക്കുമ്പോൾ റെഡിയാവും. നിങ്ങൾ പോകുന്നവരെന്തായാലും ഫുൾ കൈയുള്ള ഡ്രസ്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സൂര്യാഘാതം ഏൽക്കുന്നതായിരിക്കും. വെള്ളച്ചാട്ടാണ്, കാര്യങ്ങളാണ്, എത്ര അടിപൊളിയാണെന്ന് പറഞ്ഞാലും ഇപ്പോഴത്തെ ചൂടിന് ചെരുപ്പിടാണ്ട് അവിടെ കൂടി നടക്കാൻ പോലും പറ്റില്ല. വെള്ളത്തിൽ കിടക്കുക, നമ്മൾ മറ്റേ ഈ പോത്തൊക്കെ കിടക്കത്തില്ലേ, പോത്തൊക്കെ കിടക്കണ പോലെ വെള്ളത്തിൽ തന്നെ കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടറിയാം, ഞാനും കുഞ്ഞപ്പനും ഫുൾ ടൈം വെള്ളത്തിൽ തന്നെയായിരുന്നേ. ചേട്ടൻ ആദ്യം കുറച്ച് സമയം മാത്രമേ ഇവരുടെ കൂടെ വെള്ളത്തിൽ ഇറങ്ങിയുള്ളൂ. പിന്നെ ചേട്ടൻ വീഡിയോ എടുക്കാൻ വേണ്ടി കരയിൽ കയറി ഇരുന്ന് ഞങ്ങള് വെള്ളത്തിൽ തന്നെ. അപ്പൊ ചേട്ടൻ കുറേ നേരം വെയിലത്ത് ഇങ്ങനെ ഇരുന്ന്, സത്യം പറഞ്ഞ ടീഷർട്ട് ഉണങ്ങട്ടെ എന്നും പറഞ്ഞാണ് വെയിലത്ത് കയറി ഇരുന്നത്. പക്ഷെ 8ന്റെ പണി കിട്ടി. അപ്പൊ ഇപ്പൊ നമ്മള് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുവാണ്, ഡ്രസ്സ് എടുക്കാൻ പോവാണ്. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും അല്ല, അതൊക്കെ അവിടെ വെച്ചേര്. ഗൈസ്, അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. റെസ്റ്റോറന്റിന്റെ അകത്താണ്. അതാ ഞാൻ പയ്യെ പറയണം. എന്താടാ? എനിക്ക് ബ്രോസ്റ്റഡ് മതിയെന്ന്. നീയല്ലേ ഇപ്പൊ പ്ലേറ്റ് ഷവർമ മതിയെന്ന് പറഞ്ഞത്? അത് വെറുതെ പറഞ്ഞതാണെന്ന്. കഴിഞ്ഞ അതിരപ്പള്ളി പോയപ്പോഴത്തേക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എനിക്ക് പുതിയ പല്ല് വരുന്ന, അണപ്പല്ല് വരുന്നിട്ട് ഭയങ്കര വേദനയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാനേ തൊണ്ടവേദനയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ചൂടുവെള്ളം ഇങ്ങനെ വായിൽ കൊണ്ടിട്ട് ഗാർഗിൾ ചെയ്യില്ലേ നമ്മൾ, തൊണ്ടവേദന വരുമ്പോൾ ഉപ്പുവെള്ളം, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ആ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ചൂടുവെള്ളം എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സ്റ്റീലിൻ്റെ പാത്രം ഈ പല്ലുവേദനയുടെ ഇവിടെ വെച്ചപ്പോൾ നല്ലൊരു സുഖം. അപ്പം ഞാൻ എന്ത് ചെയ്ത്, അപ്പോൾ ചൂട് കുറവായിരുന്നു ആ പാത്രത്തിന്. അപ്പം ഞാൻ ഒന്നും കൂടി ചൂട് പിടിപ്പിക്കാം, ആ ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടട്ടെ എന്ന് വിചാരിച്ച് സ്റ്റൗവിൻ്റെ അവിടെ പോയിട്ട് ആ സ്റ്റീൽ പാത്രം ഒന്നുകൂടി ചൂടാക്കി. അപ്പോൾ അമ്മ എന്നോട് എന്തോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എന്തോ മിണ്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിത് ഓർത്തില്ലെന്നേ, ഞാൻ എന്തും മണ്ടത്തരം കാണിച്ചെന്ന് ഓർക്കണം. ഞാൻ ഈ സാധനം നേരെ എടുത്ത് ആ ചൂടിൻ്റെ അവിടെ വെച്ച്, നേരത്തെ വെച്ചപ്പോൾ ചൂട് കുറഞ്ഞിരിക്കും, ആറിയിരിക്കും. ആ സ്റ്റീൽ പാത്രത്തിന് അത്ര ചൂടില്ല. ഇത് അതുപടി തന്നെ എടുത്ത് വെച്ചിട്ട് പൊള്ളിപ്പോയി. ഇത് നോക്കിക്ക്, പക്ഷെ രണ്ടുപേർക്കും എന്തോ സമയദോഷമാണെന്ന് തോന്നുന്നു. ചേട്ടനാണെങ്കിൽ മറ്റേ സൂര്യാഘാതം, എനിക്കാണെങ്കിൽ കയ്യില കാലയില പൊള്ളിയെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, കറക്റ്റ് മുഖത്ത് നീളത്തിൽ പൊള്ളിപ്പോയി ഗൈസ്. അതേ, അപ്പോൾ കുഞ്ഞപ്പൻ്റെ ബ്രോസ്റ്റഡ് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞപ്പൻ്റെ ഒരു ബ്രോസ്റ്റഡും ഉണ്ട്, അതിൻ്റെ കൂടെ മയണൈസും ഉണ്ട്. കുഞ്ഞെ കഴിച്ചോ? കുഞ്ഞപ്പൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ, കഴിച്ചിട്ട് അഭിപ്രായം പറയണം എല്ലാവരോടും. നല്ല ചൂടുണ്ടെന്ന്. ഒരു രക്ഷയില്ലെന്നാ തോന്നണത്, എക്സ്പ്രഷൻ കണ്ടിട്ട് ഒരു രക്ഷയില്ലെന്നാ തോന്നാ. ഒരു രക്ഷയില്ല. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, അഭിപ്രായം പറയണ്ടേ?
നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറയാൻ വേണ്ടി മാത്രമാണേ. ഓ നല്ല ചൂടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതിനു മുമ്പ് ലുലുമാളിൽ പോയപ്പോൾ കഴിച്ച ബ്രോസ്റ്റഡ് ഉണ്ട്, അത് ഇതിന്റെ പരിസരത്ത് വരില്ല. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്തത് നമ്മുടെ ഫ്രഷ് ലൈം വന്നിട്ടുണ്ട്. കുടിക്കാൻ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 3 പേരും ഒരേ സ്വരത്തിൽ ലൈമാണ് പറഞ്ഞത്. ഗൈസ് എൻ്റെ വെജ് ഫ്രൈഡ് റൈസ് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറേ നാളായി വെജ് ഫ്രൈഡ് റൈസ് കഴിച്ചത്. അപ്പോൾ കഴിച്ചിട്ട് അപ്പോൾ ദേ ചേട്ടൻ ചിക്കൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞേക്കണതേ. അപ്പോൾ രണ്ടും കഴിച്ചിട്ട് ഏതാ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെജിറ്റബിൾസ് ഒന്നും ഇല്ലല്ലോ. ഉണ്ട്, എന്താ ഉള്ളത്? ക്യാരറ്റ് ഉണ്ട്, പിന്നെ മറ്റേ സാധനത്തിൻ്റെ പേരെന്താ, ഇതിൻ്റെ പേരെനിക്ക് അറിയില്ല പറയാൻ. കൊള്ളാം ഗൈസ്, വെജ് ഫ്രൈഡ് റൈസ് കൊള്ളാം, പക്ഷേ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ അത്രയും വരില്ല. അച്ഛൻ ഇത് ചെയ്തല്ല, മാറ്റിയെടുത്തല്ല. എനിക്കിത് മതി അച്ഛൻ, എനിക്കിത് തന്നെ മതി. അങ്ങനത്തെ അവിടെ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നേരെ അടുത്തുള്ള മാക്സിലോട്ട് പോയി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് കാര്യം വരാൻ പോകുന്നുണ്ടെന്ന്, അവിടെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടി ഡ്രസ്സ് എടുക്കാൻ കയറിയതാണ്. പിന്നെ കുഞ്ഞപ്പൻ്റെ കുറച്ച് ദിവസം ഞാൻ വിചാരിക്കുന്നു കുറച്ച് നല്ല ഡ്രസ്സ് എടുക്കണമെന്ന്. അവൻ്റെ എല്ലാം പിള്ളേർക്ക് അങ്ങനെയാണല്ലോ, പെട്ടെന്ന് ചീത്തയായി പോവും, അഴുക്കായി പോവും എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് എടുക്കുന്നത് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് ഗൈസ്. ഇതുപോലെ എന്തെങ്കിലും അത്യാവശ്യ കാര്യമൊക്കെ വന്നാലൊക്കെ ഉള്ളൂ ഞാൻ ഡ്രസ്സ് എടുക്കുകയുള്ളൂ. മാക്സിലാണെങ്കിൽ ഇപ്രാവശ്യം ചെരുപ്പുകൾ, ഷൂസ്, ഒരുപാട് ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുമ്പൊക്കെ നമ്മൾ മാക്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇപ്രാവശ്യം എനിക്ക് ബോയ്സ് കിഡ്സിൻ്റെ കളക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും ഞാൻ കൺഫ്യൂഷനായിപ്പോയി കുഞ്ഞപ്പൻ ഏത് ഷർട്ട് എടുക്കണമെന്ന് ഓർത്തിട്ട്. അത്രയും ഒരുപാട് ഷർട്ടിൻ്റെയും പാൻറ്റും ജീൻസും ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുഞ്ഞപ്പൻ അവന് ഇഷ്ടമുള്ളതൊക്കെ എന്നെ തൊട്ട് കാണിക്കുകയാണേ. അപ്പോൾ ഞാനും ചേട്ടനും ഒക്കെ അവിടെ വമ്പൻ സെലക്ഷനിലാണ് ഏതെടുക്കണമെന്ന്. അപ്പോൾ ഒരു ഡെനിമിൻ്റെ ഷർട്ട് എടുക്കണമെന്ന് കുറേ നാളായി ഞങ്ങൾ വിചാരിക്കുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ ആ ഡെനിമിൻ്റെ ഷർട്ടാണ് കണ്ടത്. പിന്നെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നൊരു ബ്ലൂ ഷർട്ട് കണ്ടില്ലേ, വൈറ്റും ബ്ലൂവും കൂടിയാ, അതും അവന് ഇടിയിപ്പിച്ച് നോക്കി. ഇതെല്ലാം അവന് ഞാൻ ട്രയൽ ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അത് ഈ ഒരു ഷർട്ട്, പിന്നെ ഈ ടോം ആൻഡ് ജെറിയുടെ ടീഷർട്ട്, ഈ ഗ്രീൻ ഷർട്ട്, ഇതെല്ലാം ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് പിറക്കിയെടുത്തിട്ട് അവനെ കൊണ്ട് ട്രയൽ റൂമിൽ പോയി എല്ലാം ഇടിയിപ്പിച്ച് നോക്കി. ഒന്ന് സ്റ്റൈലായിട്ട് നടന്നതെന്ന് പറഞ്ഞതിനാണ് കേട്ടോ ഈ നടന്ന് കാണിക്കുന്നത്. ഞാനും ചേട്ടനും ചിരിച്ചൊരു പരിവായി. പിന്നെ അവിടെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്നാണ് മാക്സിൽ. അപ്പോൾ അവൻ ആ പാട്ടിൻ്റെ ആ മ്യൂസിക് കേട്ടിട്ടാണ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത്. ആ മ്യൂസിക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, നമുക്ക് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടും. അപ്പോൾ കുഞ്ഞപ്പൻ ഈ ഇട്ട് കാണുന്നതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷർട്ട് ഏതാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ചേട്ടനാണെങ്കിൽ അവൻ ഇട്ടിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം അവന് ചേരുന്ന പോലെ തോന്നുന്നു. അവസാനം അതെല്ലാം അങ്ങോട്ട് എടുത്തു ഗൈസ്, എല്ലാം വാങ്ങിച്ചു. ഈ ഷർട്ടും എല്ലാ ഷർട്ടും ഒരു 4-5 ഷർട്ട് ഒരുമിച്ച് എടുത്തു കേട്ടോ. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരുമിച്ച് ഇത്രയും ഷർട്ട് കുഞ്ഞപ്പൻ എടുക്കുന്നത്. അതും എല്ലാ ഷർട്ടും നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം റേറ്റുള്ള ഷർട്ടുകളായിരുന്നു. അപ്പോൾ ചെരുപ്പും വേണം, പുതിയ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഓടി. പിന്നെ അതിൽ നിന്നൊരു നല്ല അടിപൊളി ഒരു ചെരുപ്പും വാങ്ങിച്ചിട്ടുണ്ടേ. അപ്പോൾ ആ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ഇത് കണ്ടില്ലേ ടോം ആൻഡ് ജെറിയുടെ യെല്ലോ ടീഷർട്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പിള്ളേർക്ക് ഇതുപോലെ പ്രിൻറ്റഡ് ടീഷർട്ട് ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ അത് ഈ ഒരു പച്ച കളർ കണ്ടില്ലേ, ഒരു മോര് പച്ച എന്നൊക്കെ പറയാം, ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട്. കുഞ്ഞപ്പനെ കൊണ്ടുപോയി ട്രയൽ ചെയ്യിപ്പിച്ച് നോക്കിയിട്ട് നമ്മൾ ട്രയൽ ചെയ്യാൻ കൊണ്ടുപോയ എല്ലാ ഷർട്ടും എനിക്ക് ചേട്ടനും ഇഷ്ടപ്പെട്ട്. അവസാനം ആകെ കൺഫ്യൂഷനായി. ഇതൊരു സെറ്റായിരുന്നു കേട്ടോ, ഈ ബ്ലാക്ക് ടീഷർട്ടും അതിൻ്റെ ഷോർട്ട്സും കൂടി ഒരു സെറ്റായിട്ടായിരുന്നു. പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് എടുത്തു. അങ്ങനെ എനിക്ക് വേണ്ടി നോക്കുകയാണ്. കുറേ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കും ചേട്ടനും ഒന്നും ഇഷ്ടമായില്ല കേട്ടോ. സാധാരണ എനിക്കങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നതല്ല. പിന്നെ നോക്കിയത് ഈ ഒരു ഫുൾ കൈ ഷർട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ കുറേ ഇയറിങ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ അത് വാങ്ങിച്ചിട്ട് 2 പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റി, ഡാമേജ് ആയിരുന്നു കേട്ടോ ഇയറിങ്സ്. കണ്ടില്ലേ, എന്നെ കാണിക്കാൻ വേണ്ടി ഒരു ഗേൾ ബേബിയുടെ ഡ്രസ്സും പിടിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ നല്ല നിനക്കിടാനാണോ അവിടെ കൊണ്ടുപോയി. കണ്ടില്ലേ, എന്നെ കാണിക്കാൻ വേണ്ടി ഒരു ഗേൾ ബേബിയുടെ ഡ്രസ്സും പിടിച്ചുകൊണ്ട് നടക്കുവാണെങ്കിൽ നല്ല സീക്വൻസ് വർക്കൊക്കെ ഉള്ള നല്ല. അവനറിയാം എനിക്ക് ഈ ഗേൾ ബേബിയുടെ ഉടുപ്പ് കാണുമ്പോൾ, കുഞ്ഞു ഉടുപ്പ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതിനുവേണ്ടി പൊക്കി പിടിച്ചുകൊണ്ട് വന്നതാണേ. അത് കഴിഞ്ഞതേ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ വീട്ടിലോട്ടാണ് പോയത്. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞപ്പൻ്റെ കാലൊന്ന് ചെറുതായിട്ട് പൊട്ടി കേട്ടോ. അവിടെ എന്തോ കളിച്ചപ്പോൾ എന്തോ പൊട്ടിയതാണ്. അതിനിടയ്ക്ക് പോകുന്ന വഴി എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി കയറിയതാണ് പാർലറിൽ. കുഞ്ഞപ്പനും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെയും പിടിച്ചിരുത്തി. ഞാൻ ആദ്യമേ ചോദിച്ചേട്ടാ നീ ഇരിക്കൂല, നീ ക്ഷമ കുറച്ച് നേരം അവിടെ ഇങ്ങനെ
ഇങ്ങനെ കിടക്കണമല്ലോ അത് മുഖത്തിട്ട് കഴിഞ്ഞാൽ. ഞാൻ ഇരുന്നോളാം ഞാൻ കിടന്നോളാം എന്ന് പറഞ്ഞാണ് ചുമ്മാ അതൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ കഴുകി കളഞ്ഞു ഗൈസ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഡീറ്റാൻ ഇല്ലേ നമ്മുടെ ടാൻ മാറാനുള്ള ജസ്റ്റ് എന്തോ ഒരു ക്രീമായിരുന്നു ചേച്ചി ഇട്ടത്. അവനാണെങ്കിൽ 5 മിനിറ്റ് പോലും വെച്ചില്ല അത് കഴുകിയും കളഞ്ഞു. അപ്പോൾ മുട്ടിലൊക്കെ ചേച്ചീനെ കൊണ്ട് തേപ്പിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി എൻ്റെ മുട്ടിലും കൂടി തേച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നലത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസമായിരിക്കുകയാണ്, വൈകുന്നേരം സമയമാണ്, ഒരു 3-3:30 ആയി കാണും. അപ്പോൾ എന്താണ് ആ കാര്യമെന്ന് ഞങ്ങൾ പറയാം. ഒരു ഓൺലൈൻ മീഡിയക്കാർ കുഞ്ഞപ്പൻ്റെ ഇൻ്റർവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ 2-3 പേര് ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കാനായോ നമ്മൾ? ഇൻ്റർവ്യൂവിന് ഇവനെ കൊണ്ടിരുത്തിയാലും എന്തായിരിക്കും അവർ ചോദിക്കുക, ഇവൻ എന്തൊക്കെ പറയും, നമുക്കൊരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ വേണ്ട, കുറച്ചുകൂടി കഴിയട്ടെ എന്ന്. ഇപ്പോൾ വീണ്ടും ഒരു ടീം ഇങ്ങനെ ചോദിച്ചു കുഞ്ഞപ്പൻ്റെ ഒരു ഇൻ്റർവ്യൂ തരുമോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ. അതെ, ഇതാണ് കുഞ്ഞപ്പൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? ഉള്ളിലൊരു ടീഷർട്ട് ഇട്ടിട്ട് നമ്മൾ ടോം ആൻഡ് ജെറിയുടെ ടീഷർട്ടൊക്കെ ഉള്ളിൽ ഇട്ടിട്ട് പുറമെ ഷർട്ടാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്, ഒരു ഡെനിമിൻ്റെ ഷർട്ടാണ്. ഞാൻ ഈ ഒരു കാർഗോയും ഈ ഒരു ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞപ്പൻ നമുക്ക് പോയാലോ? ഒട്ടും താമസിപ്പിക്കേണ്ട, നമുക്ക് വേഗം പോവാം. വാ, ലെറ്റ്സ് ഗോ. പോകുന്ന വഴി കുഞ്ഞപ്പൻ കാറിൽ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈകുന്നേരം ഉച്ച കഴിഞ്ഞൊരു ടൈമായിരുന്നു, അവൻ ശരിക്കും ഉറങ്ങിപ്പോയി. അപ്പോൾ ഉറങ്ങി എണീറ്റ് അറിയാമല്ലോ പിള്ളേരുടെ സ്വഭാവം, മര്യാദക്ക് ഇൻ്റർവ്യൂവിന് ഇരിക്കില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അവിടെ അടുത്തൊരു കടയിൽ പോയി ഒരു ഐസ്ക്രീമും പിന്നെ അവന് ഫ്രൂട്ടിയൊക്കെ വാങ്ങിച്ച് കൊടുത്ത് ആളെ ഒന്ന് സന്തോഷിപ്പിച്ചെടുത്തു. എന്നാലേ നല്ല ആക്റ്റീവായിട്ട് സന്തോഷത്തോടു കൂടി ഇൻ്റർവ്യൂവിന് ഇരിക്കുകയുള്ളൂ. യൂട്യൂബിൽ മൂവി വേൾഡ് മീഡിയ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അവരാണ് നമ്മളെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നത്. അപ്പോൾ അതേ ഒരു പാർക്ക്, ഫുട്ബോൾ ഗ്രൗണ്ട് എല്ലാം കൂടി ഒരു വാക്ക് വേ ആണ് കേട്ടോ. ആ വാക്ക് വേയുടെ അടുത്തിരുന്നാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പോൾ കുഞ്ഞപ്പന് കുറച്ച് ഓപ്പൺ സ്പേസിലിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത് അവർ. അപ്പോൾ അവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നത് കൊണ്ട് അവനാണെങ്കിൽ ഇൻ്റർവ്യൂവിന് ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ല ഗേസ്. അവരുടെ കൂടെ കുറേ നേരം കളിച്ച് കേട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തുവാ ചെറിയൊരു ഗെയിം പോലെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളിച്ചു. നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ചോദിച്ചു. അപ്പോൾ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ചിത്ര, ആ ഓൺലൈൻ മീഡിയയിലെ അവതാരകയുടെ ആങ്കറിൻ്റെ മോളാണ് ആ കുഞ്ഞ് കേട്ടോ. അപ്പോൾ കുഞ്ഞപ്പൻ്റെ ഫാൻ ഗേളാണെന്നൊക്കെ പറഞ്ഞു അവൾ കുഞ്ഞപ്പൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ് വന്നതാണേ. അപ്പോൾ അതേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ 2 പിള്ളേരാണ് നമ്മളെ കണ്ടപ്പോൾ അവന്മാർ ഓടി വന്നതാണ്. പിന്നെ അവരെയും ഞാൻ കൂടെ പിടിച്ചിരുത്തി അവന്മാരും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഗെയിമൊക്കെ കളിച്ചത് കേട്ടോ. അപ്പോൾ അടിപൊളി ഇൻ്റർവ്യൂ ആയിരുന്നു. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ടാണ് കേട്ടോ പോയത്. ബീച്ചിലോട്ട് പോയി അവിടുത്തെ ആ ഒരു സന്ധ്യസമയത്തെ ആ ഒരു സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി പോയതാണ്. എത്ര പ്രാവശ്യം പോയാലും മതി വരാത്ത സ്ഥലമാണ് എനിക്ക് ഫോർട്ട് കൊച്ചി ബീച്ച്. അവിടെ ചെന്ന് ഞങ്ങളൊരു മാഗിയൊക്കെ കഴിച്ച് കാറ്റൊക്കെ കൊണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. പിന്നെ ഞാൻ അവിടെ നിന്ന് എപ്പോൾ ചെന്നാലും ഞാൻ കമ്മൽ മേടിക്കും. എനിക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിലെ കമ്മൽ ഭയങ്കര ഇഷ്ടമാണ് കേസ്. അവിടെ സൈഡിൽ കച്ചവടക്കാർ വിൽക്കൂലേ ആ കമ്മൽ. ഈ ഒരു ഫ്രെയിം നോക്കിക്കേ, നല്ല നീല കളറിലെ ആകാശം, ഊഞ്ഞാൽ, നല്ല മരങ്ങൾ, എന്തൊരു ഭംഗിയാ. കുഞ്ഞപ്പൻ അവിടെ ഊഞ്ഞാലാടുമായിരുന്നു കേട്ടോ. അപ്പോൾ മൂവി വേൾഡ് മീഡിയ ഓൺലൈൻ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കുക. നമ്മുടെ ഇൻ്റർവ്യൂ അവർ ഇടും കേട്ടോ. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 വീഡിയോസ് ആയിട്ടായിരിക്കും അവർ ഇടുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് വീഡിയോയുടെ അടിയിൽ അഭിപ്രായങ്ങൾ കമൻസ് എല്ലാം രേഖപ്പെടുത്തുക. അങ്ങനെ അവസാനം ഞാൻ മുടിയൊക്കെ കെട്ടിവെച്ചു. ഇതാണ് എൻ്റെ ഒറിജിനൽ കോലം. ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ എന്താ ആശ്വാസം അല്ലേ. അങ്ങനെ അതെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് എൻ്റെ കമ്മലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഈ ഒരു കപ്പൽ നോക്കിക്കേ, ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ലേ. നേരിട്ട് കണ്ടിട്ട് എനിക്കിതൊരു കപ്പലാണെന്ന് പോലും ആദ്യം മനസ്സിലായില്ല. അത്രയും വലിപ്പം എന്ന് പറഞ്ഞാൽ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങളും കയറ്റി വരുന്നൊരു കപ്പൽ. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്രയും വലിയ കപ്പൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന്. അങ്ങനെ എൻ്റെ കമ്മലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, സീ യു. ഇൻ്റർവ്യൂ മറക്കാതെ കാണണേ. ബൈ.